അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 20% പേര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി, ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ട് ഇത് നമുക്ക് കിട്ടാൻ പോണില്ല, ഇത് നമുക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇന്നാക്റ്റീവായി പോകും. പ്രാർത്ഥിക്കാതെ, അത് പ്രത്യാശ വെക്കാതെ കൂളായി പോകും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളെ ഈ കേസ് കെട്ട് വിട്ടാലും ദൈവം കേസ് കെട്ട് വിടത്തില്ല. അത് മനസ്സിലാക്കാത്തവരാണ് മണ്ടന്മാർ. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. അങ്ങനെ ഒരു വചനമുണ്ട്. വിഡ്ഢി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. നമ്മൾ ദൈവം ഇല്ല എന്ന് പറയത്തില്ല. നമ്മളെന്താ ചെയ്യണത്? ഈ വിഷയത്തിൽ ദൈവം ഇല്ലെന്നാണ് പറയണത്. ഈ വിഷയത്തിൽ ദൈവമില്ല. ഇത് സ്വാഭാവികമായിട്ട് പ്രൊസീജിങ്സിൽ പോവുകയാണ്. അതാണ് നമുക്ക് പറയുന്ന ഒരു അപകടം. ഈ വിഷയത്തിൽ തന്നെ ഒരു സാക്ഷി, ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷി എന്താ? ഇയാളൊരു നല്ല ലേണഡ് സ്റ്റുഡൻ്റാണ്, ടീച്ചറുമാണ്, IELTS പഠിപ്പിക്കുന്ന കോച്ചറാണ്. പക്ഷേ എന്താ പറ്റുക, ഇയാൾ ഒരു കോൺഫിഡൻ്റ്, ചെറുപ്പത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമില്ലേ. അപ്പം അതുകൊണ്ട് മിനിമം പ്രയറേ ഉള്ളൂ. ചെറുപ്പക്കാരുടെ ചെറിയൊരു പ്രോബ്ലം, അവർക്ക് ബുദ്ധിപരമായിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയും, ഇത് ദൈവം സഹായിക്കും, പക്ഷെ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ കഷ്ടപ്പെടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കഷ്ടപ്പാട്, മെറിറ്റല്ല. അവരുടെ മെറിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉടമ്പടിയുടെ ഭാഷ മെറിറ്റാണത്. നമ്മളുടെ ആരോഗ്യം, ബുദ്ധി, നമ്മുടെ സ്വാധീനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഈ മെറിറ്റിന് ഓവർ പ്രാധാന്യം വന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മക്കളെ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, അതിന് നിങ്ങൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ അപ്പം നിങ്ങൾ മെറിറ്റിലാണ് ആശ്രയിക്കണമെന്ന് വന്നില്ലേ, അപ്പം ഗ്രേസ് വർക്ക് ചെയ്യത്തില്ല. ബൈബിള് നമ്മൾ ഉടമ്പടി വർക്ക് ചെയ്യണത് എന്ത് ഫോർമാറ്റിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തു ജോസഫിന് സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തു ജോസഫിന് എല്ലാം ഓക്കെയാണ്. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, അവരെ കണ്ടറിയാൻ പറ്റുന്ന നല്ല മിടുക്കനായിട്ടാവുന്ന സാക്ഷ്യം പറയണത്. അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി. അവൻ്റെ മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? അവൻ ഈ IELTS ഒക്കെ പഠിപ്പിച്ചിട്ട് കാനഡയ്ക്ക് ചാടാൻ വേണ്ടി നിന്ന പാർട്ടിയാണ്. പക്ഷെ പെട്ടെന്ന് മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? ഇവൻ്റെ വണ്ടി പോയി വേറെ വണ്ടിയായിട്ട് ഇടിച്ച് കൈ ഒടിഞ്ഞു പോയി. മെറിറ്റ് പോയി. ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞാൽ മെറിറ്റ് പോയെന്നേ ഉള്ളൂ, അല്ല കൈ ഒടിഞ്ഞെന്ന് പറയത്തില്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ഇതിനെല്ലാം തർജ്ജിമകളുണ്ട്. ഉടമ്പടിയുടെ കവനൻ്റൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതായത് നമ്മളെ കൈ ഒടിഞ്ഞെന്നാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനാട്ടമിക്കലായിട്ട് കൈ ഒടിഞ്ഞ്, ഫിസിക്കലായിട്ട് കൈ ഒടിഞ്ഞു. പക്ഷെ ഉടമ്പടി അങ്ങനെ പറയത്തില്ല. അവൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി എന്ത് വർക്ക് ചെയ്യും? ഗ്രേസ് വർക്ക് ചെയ്യും. അതാണ് സംഭവം. മെറിറ്റ്. അപ്പം നിങ്ങളെന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മെറിറ്റ് പോയെന്നേ പറയാവൂ. മെറിറ്റ് പോയാൽ നമുക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? ഗ്രേസിൻ്റെ ചാനൽ കറക്റ്റല്ലേ? നമുക്ക് ഒരു ഇപ്പോൾ ഒരാൾ കല്യാണം നടത്താൻ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ മകളുടെ കല്യാണം അടുത്ത മാസമാണ്. നമുക്ക് ഈ ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അറിയുന്നു അയാൾ ആശുപത്രിയിലായെന്ന്. അതിൻ്റെ അർത്ഥം നമ്മളത് ചതിച്ചെന്നോ, അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിലല്ലോ, നിങ്ങൾ കിട്ടുന്നവിടേക്ക് ഇത് മേടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടിക്കിറാൻ തുടങ്ങും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം അയാൾക്ക് കാശ് മകളെ കെട്ടിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ പറയണ തരണില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, പലിശക്ക് വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഈ ഭയങ്കര പലിശക്ക് മേടിക്കണത് ഭാര്യ അതിനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു എന്നാ മേടിക്കണമെന്ന് വിചാരിച്ച് അവരെവിടെയെങ്കിലും കാണട്ടാ, മാളെ കെട്ടിക്കണവർ കൈ കെട്ടിരിക്കുക, അവരെവിടെയെങ്കിലും കെട്ടി കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഊത്തലേ, കാശക്കടം മേടിച്ചാണെങ്കിൽ കൊടുക്കും നമുക്ക് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കിഡ്നി വിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഭാര്യ 5-8 ഡയലോഗ് വീട്ടിൽ പാസ്സാക്കിയപ്പോൾ തന്നെ പുള്ളി ഫ്ലാറ്റായി.
പുള്ളി കൈമലത്തി കളഞ്ഞു. അയ്യോ മേടിച്ചങ്ങനെ തരാൻ പറ്റത്തില്ല കേട്ടാന്ന് പറയുമ്പോൾ ആരും മകളെ കെട്ടിക്കുക ഈയിടെ കാശ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തോന്നും ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നും. പക്ഷേ ഉടമ്പടി ഭാഷ എന്താ പറയണത്? നിൻ്റെ മെറിറ്റ് പോയി, ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഗ്രേസ് വർക്ക് ചെയ്യാൻ പോകുന്നു. അല്ലാതെ അയാളുടെ വെടിവെച്ച് കൊല്ലാൻ അല്ല പോകേണ്ടത്. അതുകൊണ്ടാണ് നീ മുളയെടുക്കണത് അറിയുന്നില്ലേ? പുതിയ കാര്യം മുളയെടുക്കണത് അറിയേണ്ടതാണത്. പുതിയ കാര്യം ഇപ്പോൾ 43:19 ചോദിക്കണില്ല ഐസയ, പുതിയ കാര്യം മുളയെടുക്കണത് അറിയുന്നില്ലേ? എന്താ കാര്യം? മുളയെടുക്കണത് എന്താണ്? ഇയാളെ കാശ് തരാമെന്ന് പറഞ്ഞ് മകളെ കെട്ടിക്കാൻ നമുക്ക് കൊടുത്ത കാശാണ്. ഇപ്പോൾ അയാൾ കൈമലത്താണ്. പക്ഷെ അത് ആ കൈമലത്ത് നീ ദൈവഭയത്തിലാണെങ്കിൽ ഉടനെ പരിശുദ്ധാത്മ പറയും വെയിറ്റ്, മെറിറ്റ് പോയല്ല ഇല്ലേ? മെറിറ്റ് പോയില്ലേ? ഇനി നീ നോക്കിക്കോ, ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ ഇനി അനുഭവിച്ചറിയും. കൈ അടിച്ച് കർത്താവ് അപ്പോഴേ മെറിറ്റ് പോയി കഴിഞ്ഞാൽ, യോഗ്യത പോയി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? പിന്നെ വർക്ക് ചെയ്യാൻ പോണ ബൾബ്, കത്താൻ പോണ ബൾബ് ഏതാണ്? യോഗ്യതയുടെ അല്ല, പിന്നെന്താണ്? കൃപയുടെ ബൾബാണ് കത്താൻ പോണത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? കൃപയുടെ ബൾബ് കത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധീകരണം, ശക്തീകരണം, ബൈബിൾ വായന, ദാനധർമ്മം, ഉടമ്പടിയുടെ എല്ലാവിധ നടപടിക്രമങ്ങളെ ശക്തിപ്പെടുത്തണം. അല്ലാതെ അവനെ വെടിച്ചു കൊല്ലാൻ വേണ്ടി തോക്ക് മേടിക്കാൻ പോവുകയല്ലേ ചെയ്യേണ്ടത്. ഉടമ്പടി നടപടിക്രമങ്ങൾക്ക് അറിയാതെ ചാനൽ ഔട്ട് ചെയ്യണം. ഒരു നാഷണൽ ഹൈവേ തന്നെ നീ വെട്ടണം കർത്താവുമായിട്ട്, അല്ല പഞ്ചായത്ത് റോഡ് പോരാ. കാര്യം ദൈവം മാത്രമേ സഞ്ചരിച്ചെത്തേണ്ട വഴികളാണിത്. ഈ ക്രിസ്റ്റി ജോസഫിന് സാക്ഷ്യം ഭയങ്കര രസം വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൈ ഒടിഞ്ഞല്ലോ. കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ പറയണത്, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയും വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉണ്ട്, എനിക്ക് നല്ല വിശ്വാസത്തോടും കോൺഫിഡൻസ് ഉള്ള കാരണം ദൈവം എനിക്ക് വേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം വിശ്വാസിയാണ്, അവിശ്വാസിയല്ല, പക്ഷെ ദൈവത്തെ അത്യാവശ്യം വേണ്ട ഒരാളായിട്ട് പേഴ്സണൽ റിലേഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായ റിലേഷൻ എനിക്കില്ല, എനിക്കങ്ങനെ ഒരു റിലേഷൻ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതാണ് സംഭവം. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒരു വ്യക്തിപരമായ റിലേഷൻ അല്ലാതെ ദൈവമായിട്ട് വേറൊരു റിലേഷൻ സാധ്യമല്ല. അതാണ് പ്രശ്നം. ദൈവമായിട്ടൊരു ജനറൽ റിലേഷൻ സാധ്യമല്ല. ട്രാൻസ്പോർട്ട് ബസ്, നമ്മുടെ ബസ്സെന്ന് പറയത്തില്ലേ, ഇതിൽ നമ്മൾ തന്നെ കല്ലെറിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജനറൽ റിലേഷൻ ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ട് റിലേഷൻ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു റിലേഷൻ പേഴ്സണൽ റിലേഷനാണ്. അതാണ് നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ ബഹുമാന്യനാണ്, പ്രിയങ്കരനാണെന്നൊക്കെ പറയണത് പേഴ്സണൽ. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാവ്. നിന്നെ ഞാൻ എൻ്റെ 45:15 ഐസയ, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇംഗ്ലീഷ് ബൈബിളെ കുറച്ചുകൂടി മനോഹരമാണ്. ഐ ഹാവ് കാവ്ഡ് യു ഔട്ട് ഇൻ മൈ പാ. എൻ്റെ ഉള്ളംകൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു, കാർവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് യു ആർ ദ പാർട്ട് ഓഫ് മൈ ബോഡി. നീ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന്. കൈയടിച്ച് കർത്താൻ സ്നേഹത്തിന് നന്ദി പറയുന്നു. നന്ദി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. ഐസയ 43:15 ആൻഡ് കോൾ ഫോർ ദി. എപ്പോഴും ഞാൻ പറയും, ദൈവത്തിൻ്റെ വിളി, ദർ ഈസ് ഓൺലി സിംഗിൾ ഒക്കേഷൻ. എന്താണത്? അതെന്താ പറയണത്? ദൈവത്തിൻ്റെ കോൾ ടു ഇൻറ്റിമസിയിലേക്കാണ്. ദൈവത്തിൻ്റെ ഓരോ വിളി, നിനക്ക് ഞെരുക്കമാകാം, രോഗമാകാം,
നിൻ്റെ ജോലി തടസ്സമാകാം, താമസമാകാം, പ്രാർത്ഥനയ്ക്കുള്ള അവസരമാകാം, ഗ്യാപ്പുകളെല്ലാം യു മസ്റ്റ് ഫിൽ വിത്ത് യുവർ പ്രേയർ. എല്ലാ ഗ്യാപ്പുകളും യു മസ്റ്റ് പ്രൊക്ലെയിം യുവർ ഫെയ്ത്ത്. നിൻ്റെ എല്ലാ ഗ്യാപ്പുകളും, നിൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിള്ളലുകളും വീഴ്ചകളും എല്ലാം വിശ്വാസത്താൽ ഫില്ല് ചെയ്യേണ്ടതാണ്. കൈ ഇടിച്ച് കിടത്ത് ആസ്വദിച്ചില്ലേ. 43:4 തളരല്ലേ നെഞ്ചൊന്നു നേരിടല്ലേ, നിന്നെ കാണാം നിന്നെ കേൾക്കാം നാഥനുണ്ടിവിടെ വിളിച്ചുകൊണ്ടാണ് അവൾ എണീറ്റ് വന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഭവം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിസയുടെ കാര്യം, അതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാൽ എൻ്റെ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഒരു സാധാ പെയിൻറ്റിങ് പണിക്കാരനായിരുന്നു. പെയിൻറ്റിങ്ങും പണിയും ഇതൊക്കെ കൊണ്ടാണ്, ആ പണിയുടെ സമയത്ത് തന്നെയാണ് കുഞ്ഞും ജനിക്കണത്. ഒരു നല്ലൊരു ജോലിയില്ലായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ ഇത്. ആ അതും പെയിൻറ്റിങ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കൂടെ കിട്ടണതാണ്. എപ്പോഴും മഴ പെയ്യുന്ന സമയത്തും ഒന്നും കിട്ടാത്ത, അറിയാമല്ലോ, മഴ പെയ്യണ സമയത്ത് പോലും ആ പെയിൻറ്റിങ് പണി അത് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യവും അങ്ങനെ ഇരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ച വഴി ഈ ഉടമ്പടി എടുക്കാനും കാരണം അത് തന്നെയാണ്. ഇത് കാരണം അമ്മയുടെ ആങ്ങളെയാണ് വന്ന് ഞങ്ങളോട് പറയുന്നത്, കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. എല്ലാ പ്രശ്നങ്ങളും മാറുന്നെന്ന് പറഞ്ഞതിൻ്റെ അതിനു മുമ്പ് എനിക്ക് ഈ ഹസ്ബൻഡിന് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നായിരുന്നു. ജോലിക്ക് ഇൻ്റർവ്യൂ കോൾ വന്ന് അവർ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വിസ അയച്ചേക്കാന്നും പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് 3 മാസത്തോളം കാലമായിട്ടും വിസ വന്നില്ല. ആ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് അമ്മയുടെ ആങ്ങളെ വന്നേച്ചും പറയുന്നത്, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. അതുവരെ പോണമെന്നല്ലാതെ ഇവിടെ വരണം അങ്ങനൊരു ഇതില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ ആങ്ങളെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി 12 ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ്, കറക്റ്റ് ഒരാഴ്ച തികഞ്ഞ്, ഒരു വ്യാഴാഴ്ച വന്നെടുത്ത് അതിൻ്റെ ഒരാഴ്ച തികഞ്ഞ് അതിൻ്റെ പിറ്റേ വ്യാഴാഴ്ച വിസ വന്ന്. അതിൻ്റെ പിറ്റേ വ്യാഴാഴ്ച ഗൾഫിലേക്കും പോകാൻ സാധിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ, അത് 3 മാസത്തോളം വിസ വരാതിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 3 മാസത്തോളം വിസ ഇല്ലാതിരുന്നത് ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് പോകാൻ സാധിച്ചു. കറക്റ്റ് 2 ആഴ്ച, ഒരു വ്യത്യാസം അങ്ങോട്ടും ഇല്ല. കറക്റ്റ് 2 ആഴ്ച കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വിസ വന്ന് അതിൻ്റെ അടുത്ത ആഴ്ച പോകാൻ സാധിച്ചു. അതൊരു വിസിറ്റിംഗ് വിസയിലായിരുന്നു പോയത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞ് ഞങ്ങളിവിടെ തന്നെ വിസ റെഡിയാക്കാം, പെർമനൻറ്റ് വിസ ആക്കാം, ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വാന്നും പറഞ്ഞ് വിസിറ്റിംഗ് വിസയാണ് അവർ തന്നത്. അങ്ങനെ വിസിറ്റിംഗ് വിസയിൽ പോയി അവരവിടെ റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നില്ല. അപ്പോൾ മാർച്ച് 26 വിസയുടെ കാലാവധി കഴിഞ്ഞ് അവർ തന്നെ ടിക്കറ്റ് എടുത്ത് അവർ നാട്ടിലോട്ട് പറഞ്ഞു വിട്ടു ഹസ്ബൻഡിനെ. അവർ പറഞ്ഞു ഒരാഴ്ച സമയം കൊണ്ട് ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വിട്ട് മാർച്ച് 26 വന്ന് 1 മാസമായിട്ട് പോലും വിസ റെഡിയായില്ല, വിസ വന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകാനുമായിട്ട് ടിക്കറ്റെല്ലാം എടുത്ത് വെച്ചിരിക്കുക. അന്നേരം ഹസ്ബൻഡിന് എടുത്തില്ല, ഞങ്ങൾക്ക് മാത്രമേ എടുത്തുള്ളൂ. അപ്പം ഞങ്ങളൊരു ഡേറ്റ് ഇട്ട്, ഏപ്രിൽ 23 ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോകാനായിട്ട് ഒരു മാർച്ച് 26 വന്നതാണ്. പെരുന്നാൾ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞുള്ളൂ. ഒരാഴ്ച സമയം തന്നിട്ട് ഇതുവരെ പോകാനായിട്ട് സാധിച്ചില്ല. അന്നേരം 3 മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയം. ഞങ്ങളിവിടെ വന്ന് എല്ലാവരും കൂടെ തന്നെ വന്ന് ഉടമ്പടി പുതുക്കി ഞങ്ങൾ 28-ാം തീയതിയാണ് ഏപ്രിൽ 28-നാണ് വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഏപ്രിൽ 23 ബർത്ത്ഡേ ഞങ്ങൾ ഉടമ്പടി പുതുക്കൽ നിയോഗം വെച്ചു.
ഏപ്രിൽ 24 മുമ്പ്, ഏപ്രിൽ 24 ഏപ്രിൽ 28 ഉള്ളിൽ ഞങ്ങൾക്ക് പ്രിൻസിന് പോകാനുള്ള വിസ റെഡി ആവണേന്ന്. അങ്ങനെ ഉടമ്പടി നിയോഗം വെച്ച് ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏപ്രിൽ 26 വിസ വന്ന്. ഏപ്രിൽ 26 ചെല്ലാൻ പറഞ്ഞുകൊണ്ട് വിസ വന്ന്. ഏപ്രിൽ 24 28 ഉള്ളിൽ വിസയ്ക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഏപ്രിൽ 26 ആയപ്പോഴത്തേക്കും വിസ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് വിസ വന്നു. ഏപ്രിൽ 26 ഈ പ്രിൻസിൻ്റെ ആദ്യത്തെ വിസ വരുന്ന ആ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 3 മാസമായിട്ട് വിസ വന്നില്ലല്ലോ. അപ്പം ആദ്യത്തെ വിസ വരുന്നതിന് മുമ്പ് ഹസ്ബൻഡ് പണിക്ക് പോകുന്നതിന് മുമ്പ് എന്നും വചനം എടുത്തോണ്ട് ഞങ്ങളെല്ലാവരും എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വചനം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകണം. വചനം എടുത്തപ്പോൾ നിൻ്റെ സങ്കടം സന്തോഷമായി മാറും എന്നുള്ള വചനമാണ് കിട്ടിയത്. നിൻ്റെ സങ്കടങ്ങളെല്ലാം സന്തോഷമായി മാറും എന്നുള്ള വചനം കിട്ടി. അന്ന് വൈകുന്നേരമാണ് ഈ വിസ വരുന്നത്. അന്ന് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് വിസ വന്നു എന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നത്. അതാണ് ഞങ്ങളുടെ 3ാമത്തെ അനുഭവം. അതുവരെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾ കിടപ്പ് രോഗികളെ പോയി കാണും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം മേടിച്ച് എല്ലാ വീട് വഴി കൊടുത്തിട്ട് മാതാവിൻ്റെയും യേശുവിൻ്റെയും കാര്യം ഞങ്ങൾ അവരോട് പറയും. നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോകണം, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അവിടെ ചെന്നാലേ മാറുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം പോയാൽ മാത്രം മതി. നിങ്ങൾ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പോകാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് അമ്മ തരും. നിങ്ങൾക്ക് എന്ത് ക്ഷീണങ്ങളും നിങ്ങളുടെ എന്ത് കഷ്ടപ്പാടുകളും അവിടെ ചെന്നാൽ മാത്രം മതിയെന്ന് ഞാൻ അവരോട് പറയും. പത്രം കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിൽ വരുമല്ലോ, അവർക്ക് ഇങ്ങനെ പിന്നെ മാരായിക്കുളം പിന്നെ വൃദ്ധസദനത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അവർക്ക് പിന്നെ പൈസ അവർക്ക് കൊടുത്തു വിടും. അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വരും. അങ്ങനെ അവരെ വെറും കൈയോട് പറഞ്ഞു വിടുന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ കൊടുക്കും. ദൈവമാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സിന്ധു നിഷാദ് എന്നാണ്. ഞാൻ കോതമംഗലം രൂപതയിലെ നാഗപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് നിഷാദാണ്. നിഷാദ് കുറച്ച് നാളുകളായി ലിവർ സിറോസിസ് എന്ന അസുഖത്തിന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. പക്ഷേ അതിന് ഫലമുണ്ടായില്ല. അവസാനം ഡോക്ടറുടെ സൈഡിൽ നിന്ന് പറഞ്ഞു, ലിവർ മാറ്റി വയ്ക്കുക മാത്രമേ നിവർത്തിയുള്ളൂ, വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതിനനുസരിച്ച് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായി മുമ്പോട്ട് പോയി. അപ്പോൾ എൻ്റെ ഇവിടെ അടുത്തുള്ള പല ചേച്ചിമാരും ചേട്ടന്മാരും ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകണം, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അവർ കൊണ്ടുതന്ന തൈലവും തേനും ഉപ്പും ഒക്കെ ഞങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഈ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായി പെപ്പ് സ്കാൻ ചെയ്തു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് നിഷാദിന് സർജറി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, കഴുത്തിലും ചങ്കിലും കുറേ മുഴകളൊക്കെ കാണിക്കുന്നുണ്ട്, അതെന്താണെന്നറിയാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അതിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുമായിട്ട് വരണം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിന് വേണ്ട സ്കാൻ ചെയ്ത് ബയോപ്സിക്കായി അഡ്മിറ്റ് ആയതിനു ശേഷം ബ്ലഡിലെ കൗണ്ടും അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവും തീരെ കുറവായതുകൊണ്ട് അത് ചെയ്യാൻ ഭയങ്കര റിസ്ക്കായിരുന്നു. ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇരുന്നു. 12-ാം ദിവസം ഞങ്ങൾക്ക് ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം നിഷാദ് തന്നെ എന്നോട് പറഞ്ഞു, നമുക്കൊരു ദിവസം കൃപാസനത്തിൽ പോകണം, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ 4/12/2023 ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനുള്ള അവസരവും കിട്ടി. അച്ഛനെ കണ്ടു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു,
ഓയിലും ഇതൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു ധൈര്യമായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. 5-ാം തീയതി റിസൾട്ട് വന്നു. ബയോപ്സി റിസൾട്ട് നെഗറ്റീവായിരുന്നു. ഞങ്ങൾക്ക് ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റി. അതിനുശേഷം കുർബാനയിലോ സന്ധ്യാപ്രാർത്ഥനയിലോ ഒന്നും പങ്കെടുക്കാതിരുന്ന നിഷാദ് നല്ല വിശ്വാസത്തിലേക്ക് വരികയും എല്ലാ ദിവസവും കുർബാന കാണുകയും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ സ്വന്തമായി മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള കൃപാവരവും നിഷാദിന് ലഭിച്ചു. അതനുസരിച്ച് ഞങ്ങൾ സർജറിയുമായി മുമ്പോട്ട് പോയി. 25 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അതിന് വേണ്ടി ആകുമെന്ന് പറഞ്ഞത്. ഞങ്ങളെക്കൊണ്ട് ഒരിക്കലും കൂട്ടാൻ പറ്റാവുന്ന ഒരു തുകയായിരുന്നില്ല അത്. മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം ഓപ്പറേഷൻ്റെ ഡേറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ആ തുക എല്ലാവരും കൂടി സഹായിച്ച് കിട്ടുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ സർജറി ഞങ്ങൾക്ക് ജനുവരി 6-ാം തീയതി നടത്താനും സാധിച്ചു. ഇന്ന് ഒരു പ്രോബ്ലം കൂടാതെ പൂർണ്ണ ആരോഗ്യവാനായി എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചാണ്. എല്ലാത്തിനും മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതിന് ശേഷം ശാന്തിയും സമാധാനവും ഉണ്ടായി. എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. ഈശോയ്ക്കും മാതാവിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അഖില. ഞാൻ ആലപ്പുഴ രൂപതാംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ 6-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 14-ന് ഞാൻ അയർലൻഡ് ഹെൽത്ത് കെയർ വിസയ്ക്ക് വേണ്ടി ഒരു ഏജൻസിയിൽ 2 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. 6 മാസത്തിനുള്ളിൽ എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം എനിക്ക് യാതൊരുവിധ അപ്ഡേഷനും കിട്ടിയില്ല. ഈ ഏജൻറ്റിനെ വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കൊടുത്ത മറ്റുള്ളവരുമായിട്ട് അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഇയാൾ ആരെയും തന്നെ വിദേശത്തേക്ക് വിടാറില്ല, എല്ലാവരുടെയും പൈസ മേടിച്ച് മറ്റ് ബിസിനസ്സുകൾ ചെയ്യുവാന്നാണ് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് ആ പൈസ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു. എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത്. അതിനുശേഷം ഞാനും ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നത് ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് മുഴുവനായും തിരിച്ചു കിട്ടണമെന്നായിരുന്നു. ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അത്. കാരണം ഇന്ന് വരെ ആ ഏജൻസിയിൽ കൊടുത്ത ഒരാൾക്ക് പോലും അവരാ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അതുപോലെ പ്രശ്നം ഉണ്ടാക്കിയ 1-2 പേർക്ക് മാത്രം, അതും കുറേ മാസങ്ങളും വർഷങ്ങളും എടുത്താണ് കുറച്ചായിട്ട് അവർ തിരിച്ചു കൊടുത്തിരുന്നത്. ഞാൻ മാതാവിനോട് ഒരുപാട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എഗ്രിമെൻറ്റിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ആർമി ഓഫീസറിനെ പരിചയപ്പെടാൻ സാധിച്ചു. അവർ ഇതുപോലെ ചതിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പൈസ മേടിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി ഈ ഏജൻറ്റിനോട് സംസാരിക്കുകയും അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ 2 ലക്ഷം രൂപ മുഴുവനും എനിക്ക് തിരിച്ചു കിട്ടി. അതിൽ നിന്ന് 1 രൂപ പോലും അയാൾ തിരിച്ചെടുത്തില്ല. ഇതിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ഇതാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ റീഫണ്ടിന് വേണ്ടി കൊടുക്കുന്നത് എൻ്റെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ് ഞാൻ റീഫണ്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത്. പക്ഷെ ഞാൻ മാതാവിനോട് ഒരു വട്ടം കുർബാനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് ആ പൈസ മാതാവ് തന്നാൽ മതി. മാതാവ് തരുവാണെങ്കിൽ എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സാലറി അക്കൗണ്ടിൽ ആ പൈസ എനിക്ക് വീണാൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, എനിക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ആ 2 ദിവസം കൊണ്ട് മുഴുവൻ എമൗണ്ടും എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിൽ തന്നെയാണ് വീണത്. ഗൂഗിൾ പേ വഴി അയാൾ എനിക്ക് ആ മുഴുവൻ പൈസയും തന്നു. ആ പൈസ എനിക്ക് ആ ഏജൻ്റ് അല്ല തന്നത്, മാതാവാണ് തന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കൊടുക്കാത്ത അക്കൗണ്ട് ഡീറ്റെയിൽസിലാണ് എൻ്റെ മാതാവ് എനിക്ക് ആ പൈസ തന്ന് അനുഗ്രഹിച്ചത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. എനിക്ക് കർണാടക രജിസ്ട്രേഷനാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് കേരളത്തിൽ എങ്ങും തന്നെ ജോലി ചെയ്യാൻ സാധിക്കില്ല. 2-3 ആശുപത്രികൾ ഞാൻ അന്വേഷിച്ചു. ആരും തന്നെ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെയൊക്കെ എടുക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഫ്രഷറായിരുന്ന സമയത്ത്, അതായത് 1 വർഷം മുമ്പ്, പണ്ട് ഞാനൊരു ആശുപത്രിയിൽ എൻ്റെ ഒരു ബയോഡാറ്റ വെറുതെ കൊടുത്തിരുന്നു.
ഞാൻ ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയും, സാരമില്ല, നമ്മൾ ഉടമ്പടിയിലുള്ളതല്ലേ, മാതാവ് തരും, ഏതായാലും ഇവിടെ തന്നെ നിനക്ക് ജോലി കിട്ടും, നിനക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാമെന്ന്. പക്ഷേ ആ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ അവിടെ ജോലിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ പണ്ട് എപ്പോഴോ കൊടുത്തൊരു ബയോഡാറ്റ വെച്ച് എൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ നിന്നും അവരെന്നെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കേരള രജിസ്ട്രേഷൻ ഇല്ല. അവർ പറഞ്ഞു സാരമില്ല, എന്തോ ഇപ്പോൾ ഇവിടെ എടുക്കാം, കുഴപ്പമില്ല, അതാവുന്നത് വരെ ഇവിടെ ജോലി ചെയ്തോളാൻ പറഞ്ഞു. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരേക്കാൾ കൂടുതൽ സാലറി നൽകി മാതാവ് എനിക്ക് അവിടെ ജോലി നൽകി. എനിക്കും എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാൻ കൃപാസനത്തിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ യൂട്യൂബിൽ കൂടുമായിരുന്നു. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഇതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, ഉദരരോഗമുള്ള ഒരമ്മയെ മാതാവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് യൂട്രസിൽ വോളിന് കട്ടി കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു സ്കാനിങ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഗോൾ ബ്ലാഡറിലും അമ്മയ്ക്ക് സിസ്റ്റുള്ള കാര്യം. അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഗോൾ ബ്ലാഡറിൽ സിസ്റ്റുള്ള ഒരമ്മേനെ മാതാവ് സുഖപ്പെടുത്തുന്നെന്ന്. ഞാൻ ആ സമയത്ത് എൻ്റെ വയറ്റിൽ കൈവച്ച് അമ്മയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത സ്കാനിങ്ങിൽ അമ്മയ്ക്ക് ആ ഗോൾ ബ്ലാഡറിലെ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് HB വളരെ കുറവായിരുന്നു. HB കുറവായതുകൊണ്ട് സർജറിയുടെ സമയത്ത് ബ്ലഡിൻ്റെ ആവശ്യം വേണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേരെ അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് അമ്മയ്ക്ക് ബ്ലഡിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നല്ലൊരു സർജറി നൽകി മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങളെ.